ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് 6 പ്രവർത്തനമാണ് ഉണ്ടായിരിക്കുക. 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഒരു പാസേജ് തന്നിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു ദിവസം ബൈചുങ് തൻ്റെ സ്കൂൾ ടീം മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കളിച്ചാൽ അവർ തോറ്റത് തന്നെ. കളത്തിലിറങ്ങിയാൽ എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു, അവൻ നിരാശയോടെ ഓർത്തു. അവൻ്റെ കായികാധ്യാപകൻ മുതിർന്ന കുട്ടികളുടെ ടീമിനോടൊപ്പം വേറെ എന്തോ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവൻ പ്രിൻസിപ്പൽ ഫാദർ ജോർജിൻ്റെ അടുത്തേക്ക് ഓടി. സാർ, ദയവ് ചെയ്ത് നമ്മുടെ ടീമിന് വേണ്ടി കളിക്കാൻ എന്നെ അനുവദിക്കുമോ? അവൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. ആകാംക്ഷ കൊണ്ട് അവന് നേരെ നിൽക്കാൻ കൂടി കഴിഞ്ഞില്ല. കളി കണ്ടുകൊണ്ടിരുന്ന പ്രിൻസിപ്പൽ അവൻ്റെ ഓജസ്സും ഉദ്വേഗവും നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. പക്ഷേ ബൈചുങ്, നിനക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ ടീമിനെ വിജയിപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് സൗമ്യതയോടെ അദ്ദേഹം ചോദിച്ചു. സ്പോർട്സിനോട് അർപ്പണബോധമുള്ള ആ കുട്ടിയെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഉണ്ട് സാർ, ജയിക്കാനായി ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കും സാർ, അവൻ പറഞ്ഞു. ശരി, എന്നാൽ പോയി ഷൂസ് ഇട്ട് വരാമോ? ശരി സാർ, നന്ദി സാർ. അവൻ വേഷം ധരിക്കുന്നതിനായി ഡോർമിറ്ററിയിലേക്ക് ഓടി. ആദ്യ പകുതിയിൽ അവരുടെ ടീം കളിയിൽ പിന്നിലായപ്പോഴാണ് അവൻ ഇറങ്ങിയത്. കളിയുടെ നിയന്ത്രണമാകെ ഏറ്റെടുത്ത് അവൻ ചാട്ടുളി കണക്കെ നിറഞ്ഞ് കളിക്കുകയും 2 ഗോളുകൾ അടിക്കുകയും ചെയ്തു. ഈ പ്രകടനത്തോടെ അവന് 12 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ടീമിൽ അംഗത്വം ലഭിച്ചു. ഒരു 9 വയസ്സുകാരന് അതൊരു വലിയ നേട്ടമായിരുന്നു. മുകളിൽ നൽകിയ ഗദ്യം വായിച്ച് ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി എഴുതുക. ചാട്ടുളി കണക്ക് എന്ന പ്രയോഗം ബൈചുങ്ങിൻ്റെ കളിയുടെ ഏത് പ്രത്യേകതയാണ് എടുത്തു കാണിക്കുന്നത്? ഏത് പ്രത്യേകതയാണ്? വേഗത. ചാട്ടുള്ളി കണക്കെ വേഗത എന്ന പ്രത്യേകതയാണ് എടുത്തു കാണിക്കുന്നത്. ആരാണ് ബൈചുങ്ങിനെ സ്കൂൾ ടീമിൽ കളിക്കാൻ അനുവാദം കൊടുത്തത്? പ്രിൻസിപ്പൽ, കായികാധ്യാപകൻ, ക്യാപ്റ്റൻ. ആരാണ്? നമ്മൾ വായിച്ചത് നമുക്ക് മനസ്സിലായി, പ്രിൻസിപ്പലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബൈചുങ്ങിൻ്റെ ഏത് ഗുണമാണ് പ്രിൻസിപ്പലിന് ഇഷ്ടമായത്? പ്രായക്കുറവ്, ഉദ്വേഗം, അർപ്പണബോധം. അപ്പോൾ അർപ്പണബോധം നമുക്ക് ടിക്ക് ചെയ്യാം. ബൈചുങ്ങിൻ്റെ ആത്മവിശ്വാസം എടുത്തു കാണിക്കുന്ന പ്രസ്താവന ഏത്? ദയവ് ചെയ്ത് എന്നെ കളിക്കാൻ അനുവദിക്കുമോ? ജയിക്കാനായി ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കും. ഇങ്ങനെ കളിച്ചാൽ അവർ തോറ്റത് തന്നെ. ഇതിൽ നിന്ന് ആത്മവിശ്വാസം എടുത്തു കാണിക്കുന്ന പ്രസ്താവന 2ാമത്തെ പ്രസ്താവനയാണ്. ആ 9 വയസ്സുകാരൻ്റെ വലിയ നേട്ടമായത് എന്താണ്? 2 ഗോൾ നേടിയത്, വാക്കുപാലിച്ചത്, സ്കൂൾ ടീമിൽ അംഗത്വം ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ സ്കൂൾ ടീമിൽ അംഗത്വം ലഭിച്ചത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, വിശകലന കുറിപ്പ്. അമ്മേ, പൂക്കളം ഡൗൺലോഡ് ചെയ്തു. കുട്ടി പറയാണ്, പൂക്കളം ഡൗൺലോഡ് ചെയ്തു. മിടുമിടുക്കൻ, ഓണസദ്യ കൂടി ഡൗൺലോഡ് ചെയ്തോളൂ, അടിച്ചു പൊളിക്കാം. മുകളിൽ തന്നിരിക്കുന്ന കാർട്ടൂണിലെ ഓണാനുഭവം വായിച്ചില്ലേ? പാഠപുസ്തകത്തിൽ പരിചയപ്പെട്ട തകഴിയുടെ ഓണാനുഭവവുമായി കൂട്ടിച്ചേർത്ത് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? പഴയ കാലത്ത് ഓണം എത്താനുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളുമാണ് തകഴി തൻ്റെ അനുഭവക്കുറിപ്പിൽ പറയുന്നത്. പരമ്പരാഗതമായി നാം ആഘോഷിച്ചു പോന്നിരുന്ന ഓണവും വിഷുവും റംസാനുമെല്ലാം അതിൻ്റെ പഴമ ഇന്ന് നിലനിർത്തുന്നില്ല. പൂ പറിക്കാൻ കുന്നും മലയും കയറി ഇറങ്ങുന്ന കുട്ടികളില്ല. കാടും മേടും പൂച്ചെടികളും പണ്ടത്തെ പോലെ ഇന്നില്ല. ഫ്ലാറ്റുകളിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണ് ഇന്ന് പല മലയാളികളുടെയും ഓണം. കമ്പ്യൂട്ടറിലും ടെലിവിഷനിലും കാണുന്ന ഓണപരിപാടികളും ഓണപ്പൂക്കളവും ഓണസദ്യ വിഭവവുമെല്ലാം കണ്ട് തൃപ്തി കൊള്ളുകയാണ് പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾ. ഓണക്കാലത്തെ വിഭവസമൃദ്ധിയെക്കുറിച്ച് തകഴി വിവരിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായിരുന്ന ഓണക്കാലം ഇന്ന് വിപണികളിലെ ഉൽപ്പന്നങ്ങളുടെ ആഘോഷമായി മാറിയിരിക്കുന്നു. ഓണസദ്യ ഓർഡർ ചെയ്താൽ ഭക്ഷണമേശയിലെത്തുന്ന കാലത്തെക്കുറിച്ച് ടെലിവിഷനിലും കാണുന്ന ഓണപരിപാടികളും ഓണപ്പൂക്കളവും ഓണസദ്യ വിഭവങ്ങളും കണ്ട് തൃപ്തി കൊള്ളുകയാണ് പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾ. ഓണക്കാലത്തെ വിഭവസമൃദ്ധിയെക്കുറിച്ച് തകഴി വിവരിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായിരുന്ന ഓണക്കാലം ഇന്ന് വിപണിയിലെ ഉൽപ്പന്നങ്ങളുടെ ആഘോഷമായി മാറിയിരിക്കുന്നു. ഓണസദ്യ ഓർഡർ ചെയ്താൽ ഭക്ഷണമേശയിലെത്തുന്ന കാലത്തെക്കുറിച്ചാണ് കാർട്ടൂണിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കഥാപാത്ര നിരൂപണം. അഗ്നിഹോത്രി പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി ഉപ്പുകാറ്റിന് നേരെ കൈനീട്ടി. ബന്ധത്തിൻ്റെ ആഴവും വിശാലതയും പകർന്നു തരുന്ന അഗ്നിഹോത്രിയെ പരിചയപ്പെട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും കഥയിലെ സ്ഥാനവും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സാത്വികനായ ഒരു ബ്രാഹ്മണനാണ് അഗ്നിഹോത്രി.
ഉപ്പുകൊറ്റനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് എവിടെയോ കണ്ടു മറന്നതുപോലെയുള്ള പരിചയം തോന്നി. സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്നേഹവും വാത്സല്യവും തോന്നുന്നു. താണജാതിക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് ഉപ്പുകൊറ്റനെ തൻ്റെ ഭാര്യ പിതാവ് അധിക്ഷേപിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം ഉപ്പുകൊറ്റനെ എഴുന്നേൽപ്പിക്കുന്നു. 3 നാൾ പിടിച്ചിട്ടും പിടിച്ചു മാറ്റാനാവാതിരുന്ന ഉപ്പുകൊറ്റനെ എഴുന്നേൽപ്പിക്കുന്നത് അഗ്നിഹോത്രിയുടെ ശരീരബലമല്ല, സ്നേഹത്തിൻ്റെ ബലമാണ്. സഹോദര ബന്ധത്തിൻ്റെ ആഴവും വിശാലതയും ഏവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹം. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 4 താരതമ്യക്കുറിപ്പ്. കണ്ണീർ തുടച്ച് കവിത മൂളി കാറ്റും കിളിയും അകന്നുപോയി. കാടും കടലും മലനിരയും വായുവും മണ്ണുവും നീലാകാശവും പങ്കിട്ടെടുത്തു നാം സ്വന്തമാക്കി. മുഹമ്മദ് ശശിധര പണിക്കരുടെ ഒരു കവിതയാണ്. ബോധേശ്വരൻ്റെ കേരളഗാനത്തിലെ കേരളവും മുകളിലെ വരികളിലെ കേരളവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ. അടുത്ത പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ്. കാർ നിഴൽ മുറ്റിയ കർക്കടത്തിൽ കാനന ഭീകര ഹൃദയത്തിൽ പല നിറമെഴുകിയ പൊന്നിൻ ചിങ്ങം മഴ പെയ്യും ദിവസത്തിൽ പാഴ്ചളി കൊണ്ടൻ മരണം വരെ ഞാൻ പവിഴപ്പാൽക്കുല വിളയിക്കും. കണ്ണുള്ളവരത് കാണട്ടെ, കൊയ്തുണ്ണാവുന്നവർ ഉണ്ണട്ടെ. അക്കിത്തം. ഈ കവിതയിലും പുഞ്ച കൈത് കളം നിറഞ്ഞ എന്ന നാടൻ പാട്ടിലും കാർഷിക സംസ്കാരത്തിൽ നിന്നും അനുഭവിക്കുന്ന സന്തോഷമാണുള്ളത്. അധ്വാനത്തിൻ്റെ മഹത്വം എന്ന ആശയം ഉൾപ്പെടുത്തി മുകളിലെ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. സമൃദ്ധിയും സന്തോഷവും സമത്വവും നിറഞ്ഞ ഒരു കാലത്തിൻ്റെ സ്മരണ പുതുക്കലാണ് ഓണം. കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ ആഘോഷം കാലം മാറിയപ്പോൾ രൂപവും ഭാവവും കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഓർമ്മക്കുറിപ്പിലെ പഴയകാലത്തിൻ്റെ ഓണച്ചിത്രങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. എല്ലാം നട്ടു നനച്ചു വളർത്തിയ ഒരു കാലത്തെ ഓണസ്മരണകളാണ് തകഴി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് എല്ലാം മാറിയിരിക്കുന്നു. കാലവും ചുറ്റുപാടുകളും മാറിയപ്പോൾ ഓണവും ഓണാഘോഷവും മാറി. കാർഷിക സംസ്കാരത്തിന് ക്ഷീണം സംഭവിച്ചപ്പോൾ ഓണത്തിൻ്റെ യഥാർത്ഥ സന്തോഷം പോയി. എല്ലാം വില കൊടുത്തു വാങ്ങുകയാണിന്ന്. ഒന്നിനും പഴയ രുചിയില്ല. ഇനി അടുത്ത ചോദ്യം. കവളപ്പാറയിലുണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഒരു ആരാധനാലയത്തിൻ്റെ പ്രാർത്ഥനാ മുറി വിട്ടുകൊടുത്ത വാർത്ത നാം വായിച്ചതാണ്. എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ? ഉപ്പുകൊറ്റൻ്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഉപ്പുകൊറ്റൻ്റെ ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് ഉപ്പുകൊറ്റൻ്റെ വാക്കുകൾ. ജാതി ഏതായാലും മതമേതായാലും മനുഷ്യരെല്ലാം ഒരേ ചോരയാണ്. അതുകൊണ്ട് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യരുടെയും സിരകളുടെയും ഒഴുകുന്ന രക്തത്തിന് ഒരേ നിറമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.